രാവിലെ എന്നും ഉണ്ടാക്കുന്ന അരിദോശ കഴിച്ച് മടുത്തു. എന്നാൽ വെറും 10 മിനിറ്റ് കൊണ്ട് അരി ഉഴുന്നും അരയ്ക്കാതെ ശരീരത്തിന് എനർജിയും എല്ലുകൾക്ക് ബലവും നൽകുന്ന ഈ ഒരു ദോശ കഴിച്ച് നോക്കൂ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് റാഗി ദോശയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ അത് ഏറ്റവും നല്ലതാണ്. അത് കൂടുതൽ നേരം വിശപ്പില്ലാതെ ഇരിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ റാഗി ദോശ. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് റാഗി പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുക. ഈ മൂന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മിക്സി ഉപയോഗിച്ച് അടിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ആദ്യം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തു. ഈ അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഒരുപാട് കട്ടിയൊന്നും ആവശ്യമില്ല, തീ ലൂസായിട്ടിരിക്കണം മാവ്, എന്നാലേ കോരി ഒഴിച്ച് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല ലൂസ് ആയിട്ടായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇവിടെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് അതൊരു മണത്തിനും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടിയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്കിവിടെ ചട്നി തയ്യാറാക്കാം. ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞതിലേക്ക് ഇടുക. ഒരു 1/2 സ്പൂൺ മുളക് പൊടി അതും അതിലേക്ക് ഇടുക. പിന്നെ ചിരകിയ തേങ്ങ, കുറച്ച് തേങ്ങയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കും. അതും മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് കലക്കി വയ്ക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കലക്കുക. അതിനുശേഷം ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കലക്കി ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് അനത്തിയെടുക്കുക. ഒരുപാട് തീയിടരുത്, തീയിട്ടാൽ അത് ഒരു പിരിപിരാന്നായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അനത്തിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കണം. ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുകിട്ട് 2 വറ്റൽമുളകും ഇട്ടിട്ട് ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് എല്ലാം കൂടി ഒന്ന് തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കും. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കുക. ഇവിടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ദോശ പാനെടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിക്കുക. നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടും. ഞാനിവിടെ 2 രീതിയിൽ ചെയ്യുന്നുണ്ട് ദോശ. ഒന്ന് അതായത് ഒന്നും ഇടാതെ പച്ചമുളക്, കറിവേപ്പില, ഉള്ളിയോ ഒന്നും ഇടാതെയാണ് ആദ്യം ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഉള്ളിയും പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്, അതും ഇതിൽ കാണിക്കുന്നുണ്ട്. സാദാ ദോശ ചുട്ട് മാറ്റി വയ്ക്കും. അതിനുശേഷം ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു പകുതി സവാള എടുത്തിട്ടുള്ളൂ, അതും കൂടി ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുക.
ടേസ്റ്റുകൾ എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് നോക്കിയത്. അത് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഊരവിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസമൊന്നും നമുക്കറിയില്ല. നല്ല സാധാ ഒരു ദോശ കഴിച്ചതുപോലെ തന്നെ. നന്നായിട്ട് ഒന്ന് പരത്തുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള ദോശ തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. റാഗിയുടെ കാര്യം പറയുകയാണെങ്കിൽ പാലിനേക്കാൾ കാൽസ്യം അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളിലൊന്നാണ് റാഗി. റാഗി കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ഉയരുകയില്ല. അനീമിയ ഉള്ളവർക്കും രക്തത്തെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ഇത് വളരെയേറെ നല്ലതാണ്. കൊഴുപ്പ് വളരെ കുറവും ഫൈബർ കൂടുതലുള്ളതാണ് ഇത്. അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഇത്. പിന്നെ ബ്ലഡ് ഷുഗറൊക്കെ ലെവൽ നിയന്ത്രിച്ച് നിർത്താൻ അരിദോശയ്ക്ക് പകരം ഇത് ഉപയോഗിക്കും. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗർ ലെവലൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അരിയെപ്പോലെയല്ല റാഗി ഏറ്റവും നല്ല ഒരു ഇത് തന്നെയാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.